അയ്യാ വണക്കം. അല്ലെങ്കിൽ ഇപ്പോൾ അതാണ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് സുരേഷ് ഗോപി അധിക്ഷേപിച്ചെന്ന് പറയാം. ഉടനെ നമ്മുടെ കേരള സർക്കാർ പറന്നെത്തിയ ശേഷം കേരള സർക്കാർ ഉടനെ തന്നെ അധിക്ഷേപിച്ചത് ഒരു രോഗിയാണെങ്കിൽ ആ രോഗിക്ക് ചികിത്സ ഉറപ്പാക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചികിത്സ കിട്ടില്ല. സുരേഷ് ഗോപി പത്മ അവാർഡ് മേടിച്ച് തരാമെന്ന് പറഞ്ഞു, പക്ഷെ ഞാനത് നിഷേധിച്ചു എന്ന് പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കേരള സർക്കാർ പറന്നെത്തും. ഒരു പത്മശ്രീ കിട്ടിയില്ലെങ്കിൽ ഒരു കൊച്ചു കേരളശ്രീ എങ്കിലും ഫ്രണ്ടിലോട്ട് എടുത്ത് ഇട്ട് തരും. സുരേഷ് ഗോപി എന്നെ അധിക്ഷേപിച്ചു ജാതീയമായി എന്ന് പറയുക. ഉടനെ കേരള സർക്കാർ പറന്നെത്തും, നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ നൽകും. അതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഒരു കിടപ്പ് രോഗിയായിരിക്കാം, എന്നെ സുരേഷ് ഗോപി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കും. അതാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത്. അതാണ് സുരേഷ് ഗോപിയുടെ ഒരു പവർ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത്. സുരേഷ് ഗോപി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ കാര്യം നടക്കുമെങ്കിൽ, സുരേഷ് ഗോപി അപ്പം മന്ത്രിയായി കഴിഞ്ഞാൽ എത്രയൊക്കെ കാര്യം നടക്കുമെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്ന് വെറുതെ ഒന്ന് ഊഹിച്ച, അന്തംഗമ്മയോടല്ല കേട്ടോ പറയുന്നത്, അങ്ങനെ ഊഹിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. സുരേഷ് ഗോപിയെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കലാമണ്ഡലം ഗോപി ആശാൻ ഉണ്ടല്ലോ, കഥകളി വീരൻ ഗോപി ആശാൻ ഒരു സന്തതി ഉണ്ട്. ഈ സന്തതി എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ സന്തത സഹചാരിയാണ്. ഈ ഇടതുപക്ഷ സന്തത സഹചാരിയായിട്ടുള്ള സന്തതി സുരേഷ് ഗോപി കിട്ടൊന്ന് കൊട്ടാൻ നോക്കി, പക്ഷെ ആ കൊട്ട് മാറി സന്തതിയുടെ മൂട്ടിൽ അങ്ങോട്ട് കൊള്ളുന്നതാണ് നമുക്ക് കാണാനായിട്ട് അങ്ങോട്ട് സാധിക്കുന്നത്. അങ്ങനെ രഘു ഗുരുകൃപ എന്നാണ് ഈ സന്തതിയുടെ പേര്. അച്ഛനാനപ്പുറത്ത് കയറി കഴിഞ്ഞാൽ ഈ മകന് തഴമ്പുണ്ടാവത്തില്ലല്ലോ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത്. ഈ രഘു ഗുരുകൃപ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു, സുരേഷ് ഗോപിയെ അച്ഛനെ കാണണമെന്ന് പറയുന്നു, പക്ഷെ ഞാൻ കാണാൻ സാധിക്കില്ലെന്ന് പറയുന്നു. അപ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഏതോ ഒരു ഡോക്ടർ, ആരാണോ ഏവനാണോ ഏത് ഡോക്ടറാണോ, മോന്റെ വീട് ഏതാണ്, നാട് ഏതാണ് എന്നൊക്കെ ചോദിക്കാൻ ജപജപ എന്ന് പറയുന്ന പോലെ ഏതോ ഒരു ഡോക്ടർ സുരേഷ് ഗോപിയുടെ അടുത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി പറയുന്നത്രേ. സുരേഷ് ഗോപിക്ക് വേണ്ടി പറയുന്നത് എന്താ മോനെ പത്മശ്രീ ഒന്നും വേണ്ടേ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് രഘു ഗുരുകൃപ ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് ഇടതുപക്ഷത്തിന് വേണ്ടി ഇയാൾ ഇട്ടു, ഇടതുപക്ഷം അത് ഏറ്റെടുത്തു, ഇയാൾ അത് പിൻവലിച്ച് പിന്നിലേക്ക് വഴിമാറി. അങ്ങനെ പോലെ ഇതാ ഇവിടെ വാ, ഇങ്ങ് വാ, അതാ ഇവിടെ വാ, മുട്ടേ വാ എന്ന് പറയുന്ന രീതിയിൽ ഇന്ന് കലാമണ്ഡലം ഗോപി ആശാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കലാമണ്ഡലം ഗോപി ആശാൻ പറയുന്നത്, സുരേഷ് ഗോപിക്ക് ഏത് നിമിഷം വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാം. സുരേഷ് ഗോപി എൻ്റെ അടുത്തേക്ക് വരാൻ ആരുടെയും അനുവാദമില്ല. ഞാനും സുരേഷ് ഗോപിയും തമ്മിൽ അത്ര നല്ല ബന്ധമാണെന്നാണ് കലാമണ്ഡലം ഗോപി ആശാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഭൂതകാല കുളിരും 80K അക്കനും അങ്ങനെയുള്ള പല ആൾക്കാരും സാംസ്കാരിക നായകളും എല്ലാം കൂട് തുറന്നിറങ്ങി വെളിയിലിറങ്ങി കുരച്ചതെല്ലാം വെറുതെ ആയി. ഞാൻ നേരെ പോയി ഭൂതകാല കുളിരിൻ്റെ ഫേസ്ബുക്കിൻ്റെ താഴെ നോക്കി, കമന്റ് സെക്ഷൻ ഓഫ് ചെയ്തിട്ട് കളഞ്ഞു. കലാമണ്ഡലം ഗോപി ആശാന്റെ ഈ ഒരു പ്രസ്താവന വന്ന ശേഷം കമന്റ് സെക്ഷൻ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ റിപ്പോർട്ടറിലുള്ള അരുൺകുമാർ സേട്ടൻ ചെയ്യും പോലെ കമന്റ് സെക്ഷൻ അങ്ങ് അടച്ചു പൂട്ടിയിട്ട് കളയും. എന്നിട്ടാണ് ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യ, സോഷ്യലിസം എന്നൊക്കെ പറയുന്നത്. കശ്മീർ പിരിച്ച് പാകിസ്ഥാന് കൊടുക്കണം, ചൈനയ്ക്ക് അക്സായിച്ചിന് എടുത്തുകൊള്ളാൻ കൊടുക്കണം എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ നടത്തുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയും ഗോപി ആശാനും തമ്മിലുള്ള പ്രശ്നമാണ്. അത് പ്രശ്നമല്ല, അത് പ്രശ്നമാക്കി മാറ്റാനായിട്ട് രഘു ഗുരുകൃപ എന്ന് പറഞ്ഞ ഗോപി ആശാന്റെ സന്തതി ശ്രമിച്ചതും ഗോപി ആശാൻ അതിനെ പൊളിച്ചടുക്കിയതും നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇനി നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിങ്ങനെയൊക്കെയുള്ള അവാർഡ് നരേന്ദ്രമോദിക്ക് മുൻപും നരേന്ദ്രമോദിക്ക് ശേഷവും എങ്ങനെയായിരുന്നു എന്ന് പകല് പോലെ വ്യക്തമാണ്. അവിടെ അവാർഡ് കിട്ടുന്ന ആൾക്കാരെ കണ്ട് ഇവിടെ ഇരുന്ന് കേരളത്തിലെ ഈ സാംസ്കാരിക നായകളെല്ലാം കൂടെ കൂട് തുറന്നിറങ്ങി കുരയ്ക്കാതെ ഇരുന്നിട്ട് അത് കണ്ട് വെള്ളമിറക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ കലാമണ്ഡലം ഗോപി ആശാൻ ഏതോ ഒരു ഡോക്ടർ പത്മവിഭൂഷൺ വേണ്ടേ, അല്ലെങ്കിൽ പത്മഭൂഷൺ വേണ്ടേ, അല്ലെങ്കിൽ പത്മശ്രീ വേണ്ടേ എന്നൊക്കെ വിളിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വലിയ ബഹളം നടക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കാം, സുരേഷ് ഗോപിയെ നിശ്ചയിച്ചു, ഏതാണ് ആ ഡോക്ടർ? നമുക്കാർക്കും അറിയില്ല ആ ഡോക്ടർ ആരാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് വഴി കള്ളക്കടത്ത് നടക്കുന്നുണ്ട് എന്ന് പല ഏജൻസികളും കണ്ടെത്തിയല്ലോ. അത് നടത്തുന്നത് ആരാണ്? ശിവശങ്കരൻ, മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയായിട്ടുള്ള ശിവശങ്കരൻ. അങ്ങനെ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇവറ്റകൾ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ശിവശങ്കരൻ അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അതിന് ഉത്തരവാദിയാവും. അങ്ങനെ ഉത്തരവാദിയല്ല, മുഖ്യമന്ത്രി എന്തൊരു ഉത്തരവാദി എന്നാണ് ഇവർ പറഞ്ഞത്. എക്കും പൊക്കും അറിഞ്ഞുകൂടാതെ ഭരണത്തിൽ കയറി ഇരുന്നിട്ട് തന്റെ ഓഫീസ് വഴി സ്വർണം കടത്തിയിട്ട് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല, പക്ഷെ മുഖ്യമന്ത്രി അതിന് ഉത്തരവാദിയല്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞവന്മാരാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ഏതോ ഒരു ഡോക്ടർ വിളിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അത് രണ്ടാമത്തെ വിഷയം. നമ്മൾ പറഞ്ഞു വന്നത് പത്മ അവാർഡുകളെ കുറിച്ചാണ്. ഈ പത്മ അവാർഡ് എന്ന് പറയുന്ന സാധനം 2014 മുമ്പ് UPA അതായത് നമ്മുടെ കോൺഗ്രസ് സർക്കാർ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എലനക്കിപ്പട്ടിയുടെ കിറിനക്കിപ്പട്ടികളായിട്ടുള്ള കുറെ ആൾക്കാർക്കാണ് കിട്ടിയത്. അങ്ങനെയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ രജ്ദീപ് സർദേശായി. കാരണം മൻമോഹൻ സിംഗ് ആണെങ്കിൽ എവിടെയെങ്കിലും വിദേശത്ത് പോകുമ്പോൾ കൂടെ വാ
വാലായിട്ട് നമ്മുടെ ബോബൻ മോളിയിലെ പട്ടിയെ പോലെ ഇവന്മാരെല്ലാം പിറകെ ചെല്ലും. അങ്ങനെ പിറകെ ചെന്ന് നല്ല വൃഷ്ടാന ഭോജനമൊക്കെ അടിച്ച് പൊടിച്ച് ഫുഡൊക്കെ അടിച്ച് രാജ്യത്തിന്റെ കാശൊക്കെ കട്ട് മുടിച്ചിട്ടാണ് തിരിച്ചു പറഞ്ഞത്. ഒരു എലൈറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, പാവപ്പെട്ട ആർക്കും ഇത് കിട്ടത്തില്ല. ഒരു എലൈറ്റ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ പത്മ അവാർഡുകൾ കിട്ടിക്കൊണ്ടില്ല. നരേന്ദ്രമോദി ഇങ്ങോട്ട് വന്നു, ബോട്ട് പുല്ലെന്ന് പറഞ്ഞ് ഈ സംഭവത്തിനൊക്കെ എടുത്ത് തോട്ടിലിറങ്ങി. പിന്നെ പത്മ അവാർഡുകൾ ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് പത്മ അവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം കിട്ടുന്ന ആൾക്കാരാണ് നർത്തകി നടരാജ്. ഇന്ത്യയിൽ പത്മ അവാർഡ് കിട്ടിയ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ്. എന്നിട്ട് നീയൊക്കെ ഇവിടെ വാ തുറന്നോടാ ബ്ലാഡി ഫൂൾസ്. നർത്തകി നടരാജ് എന്ന് പറയുന്ന ആ ട്രാൻസ്ജെൻഡർ നരേന്ദ്രമോദി ഇരിക്കുന്ന വേദിയിൽ ഒരു അംഗീകാരം അവർക്ക് പത്മ അവാർഡ് കിട്ടിയപ്പോൾ, ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡറിന് അവിടെ പത്മ അവാർഡ് കിട്ടിയപ്പോൾ നീയൊക്കെ ഇവിടെ പഴം വിഴുങ്ങിയതുപോലെ ഇരുന്നില്ലേ? എന്നിട്ടാണ് ഇവിടെ ഇന്ന് പത്മ അവാർഡിനെ കുറിച്ച് കുറ്റം പറയുന്നത്. നർത്തകി നടരാജ് മാത്രമല്ല, കേരളത്തിൽ നിന്ന് എത്ര സാധാരണക്കാർക്ക് അവാർഡ് കിട്ടി, അത് വല്ലതും നീയൊക്കെ അറിഞ്ഞോ? ഷബീർ സയ്യിദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇയാൾക്ക് പത്മ അവാർഡ് കിട്ടിയിരുന്നു. അത് ആരാണെന്ന് അറിയാമോ? ഈ ഷബീർ സയ്യിദ് എന്ന് പറഞ്ഞാൽ ഒരു കൗ കെയർ ടേക്കറാണ്. അതായത് ഒരു തൊഴിലാളി, ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളി. 165 പശുക്കളെ, അറവ് മാടാകാൻ പോകുന്ന പശുക്കളെ അദ്ദേഹം നോക്കി വളർത്തി അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ് ഷബീർ സയ്യിദ് എന്ന് പറയുന്ന ഒരാൾ. ഇങ്ങനെ ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞിട്ടില്ല. ഇനി പത്മശ്രീ കിട്ടിയ ആളാ ദേവറപ്പിള്ളൈ പ്രകാശ് റാവു എന്ന് പറയുന്ന ആൾ. ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്. എങ്ങനെ പഠിപ്പിക്കുന്ന ആളാണ്? ചായ വിറ്റ പൈസ കൊണ്ട് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്ന ആൾ. പുള്ളിക്കാരൻ ഒരു ചായ അടിക്കാരനാണ്. അത് വെച്ചിട്ടാണ് പാവപ്പെട്ട കുട്ടികളെ, അതിൽ നിന്ന് പിടിക്കുന്ന പൈസ കൊണ്ടാണ് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരാൾക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അത് നിങ്ങൾ അറിഞ്ഞോ? അതൊന്നും അറിഞ്ഞിട്ടില്ല. ഇനിയും ഉണ്ട് ആൾക്കാർ. നമ്മുടെ നാട്ടിൽ പത്മശ്രീ കിട്ടിയത് കനാൽ മാൻ ഓഫ് ഒഡീഷ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കനാൽ മാൻ ഓഫ് ഒഡീഷ. ഈ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ഒരു കനാൽ ഉണ്ടാക്കി, അതായത് ഒറ്റയ്ക്ക് ഒരു കനാൽ വെട്ടിത്തളിച്ച് ഒഡീഷയിൽ വലിയ രീതിയിൽ ചരിത്രം സൃഷ്ടിച്ച ഒരാളാണ്. ഇവരൊക്കെ ആരും കാണാതെ പോയ മനുഷ്യരാണ്. ഇത്തരത്തിൽ ആരും കാണാതെ പോയ മനുഷ്യന്മാർക്കാണ് പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ പഴയ പോലെ അല്ല ഇപ്പൊ പത്മശ്രീ. അതുകൊണ്ട് സുരേഷ് ഗോപി എന്നല്ല, വേറെ ആര് വിചാരിച്ചാലും ഒരു ഗോപി ആശാനും ഇവിടെ പത്മശ്രീയും പത്മവിഭൂഷണും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അർഹതയുള്ളവർക്ക് മാത്രമേ അത് കിട്ടൂ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി ഈ പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷൺ, ഈ പത്മ അവാർഡുകൾ നരേന്ദ്രമോദിക്ക് മുൻപ് 2014 കോൺഗ്രസിന്റെ വാലാട്ടിപ്പട്ടികൾക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന അവാർഡാണ്. കോൺഗ്രസിന് അനുകൂലമല്ലാതെ ചിന്തിക്കുന്ന ഒരാൾക്ക് പോലും ഈ അവാർഡ് കൊടുക്കില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് CPM അവരുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നരേന്ദ്രമോദി വന്ന സമയത്ത് തൻ്റെ എതിരാളികൾക്കും പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും മോദി കൊടുത്തിട്ടുണ്ട്. ഇത് വിശ്വസിക്കാൻ പറ്റണല്ലേ? ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോഴേ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റും. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലിസ്റ്റ് എടുക്കാം, നമുക്ക് ലിസ്റ്റിലൂടെ തന്നെ സംസാരിക്കാം. നരേന്ദ്രമോദി വന്ന സമയത്ത് ഗുലാം നബി ആസാദിന് പത്മഭൂഷൺ 2022 കൊടുത്തിട്ടുണ്ട്. ഈ ഗുലാം നബി ആസാദ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ലീഡറായിരുന്നു. നരേന്ദ്രമോദിക്ക് എന്തിന്റെ കേടായിരുന്നു കോൺഗ്രസിന്റെ ലീഡർക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യം? ഒരാവശ്യമില്ലായിരുന്നു, പക്ഷേ കൊടുത്തു. ഇനിയുണ്ട് തർലോചാൻ സിംഗ് എന്ന് പറഞ്ഞ ഒരാൾക്ക്, സെയിൽ സിംഗ് എന്ന് പറഞ്ഞ മുൻ പ്രസിഡന്റിനെ സേവനമനുഷ്ഠിച്ച, പ്രസ് സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ച ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയുണ്ട് മുസാഫർ ഹുസൈൻ ബെയ്ഗ്, പത്മഭൂഷൺ 2020. പുള്ളിക്കാരൻ ഒരു PDP ലീഡറാണ്. പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് കൊടുത്തത്? ഫോമർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് ജമ്മു ആൻഡ് കശ്മീർ ഇൻ കോൺഗ്രസ് PDP ഗവൺമെന്റ്. അതിൽ സേവനമനുഷ്ഠിച്ചതിന്, PDP ഗവൺമെന്റിൽ സേവനമനുഷ്ഠിച്ചതിന് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കെ കൊടുക്കൂ, അത് വേറെ കാര്യം. ഇനി അടുത്തത് SC ജാമിർ പത്മഭൂഷൺ കൊടുത്തിട്ടുണ്ട് 2020. പുള്ളിക്കാരൻ ഒരു കോൺഗ്രസ് ലീഡറായിരുന്നു. പ്രണബ് മുഖർജി ഭാരതരത്ന കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ INCയുടെ ലീഡറായിരുന്നു. ഇനി ശരത് പവാറിന് കൊടുത്തു, NCP ലീഡറായിട്ടുള്ള. ഇനി തൊഖേനോ സീമ എന്ന് പറഞ്ഞ ഒരാൾക്ക് പത്മശ്രീ കൊടുത്തിട്ടുണ്ട്. 2016 INC ലീഡറായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പത്മശ്രീയും പത്മഭൂഷണും കൊടുക്കുന്നത്. ഇന്ന് ഗോപി ആശാൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവന്മാരുടെ സകല അടവും ചീറ്റിപ്പോയി എന്നുള്ളത് വേറൊരു കാര്യം. ചൊറിഞ്ഞിട്ടിരിക്കാൻ വയ്യ എന്നുള്ള രീതിയിലാണ് കമ്മികളുടെ ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത്. ഇന്ന് കലാമണ്ഡലം ഗോപി ആശാൻ തന്നെ വന്നിട്ട് പറഞ്ഞുകൊണ്ട്, ഞാനാണ് സുരേഷ് ഗോപിയോട് അങ്ങോട്ട് ചോദിച്ചത് പത്മശ്രീ അല്ലെങ്കിൽ പത്മ അവാർഡ് എനിക്ക് കിട്ടുമോ, മേടിച്ച് തരാൻ സാധിക്കുമോ എന്ന് ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ ഗുരുകൃപയും നമ്മുടെ ദീപാ നിശാന്ത് ടീച്ചറും ബാക്കിയുള്ള എല്ലാ എണ്ണത്തിൻ്റെയും സകല അടവുകളും തേഞ്ഞു മാഞ്ഞു പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കലാമണ്ഡലം ഗോപി ആശാന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ വന്നതുപോലെ മരണ വീട് പോലെ ആയിരിക്കുകയാണ് കേരളത്തിലെ സുരേഷ് ഗോപി വിരുദ്ധ വിഭാഗം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ നാട്ടിൽ സുരേഷ് ഗോപി നേരിടേണ്ടി വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരാൾ ഇലക്ഷന് നിൽക്കുന്നു. അങ്ങനെ ഇലക്ഷൻ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർ, പ്രബുദ്ധ ജനതയാണല്ലോ, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ, നമ്മുടെ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം എന്താണ്? സുരേഷ് ഗോപിയുടെ MP ആയിട്ട് രാജ്യസഭയിൽ 5 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി എന്ത് ചെയ്തു? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, BJP കേന്ദ്രത്തിൽ ഭരണത്തിരിക്കുകയാണ് 10 കൊല്ലം. അപ്പോൾ തൃശ്ശൂരിന് വേണ്ടി BJP എന്ത് ചെയ്തു? ഇത് രണ്ടാമത്തെ ചോദ്യം. ഇനി സുരേഷ് ഗോപി അഥവാ ജയിച്ച് ഒരു MP ആയി ഒരു കേന്ദ്രമന്ത്രിയായാൽ തൃശ്ശൂരിന് വേണ്ടി എന്ത് ചെയ്യും? ഇത് മൂന്നാമത്തെ ചോദ്യം. ഈ 3 പ്രോമിനന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ല ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മാതാവിന് കൊടുത്ത കിരീടം,
സ്വർണ്ണമാണോ ചെമ്പാണോ? സുരേഷ് ഗോപി സ്റ്റഫ് അടിക്കുമോ? സുരേഷ് ഗോപി ഒരു പെണ്ണുപിടിയനാണോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള കമ്മികളുടെയും കൊങ്ങികളുടെയും അപജയം എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, നേരത്തെയുള്ള സ്റ്റോറികളിലൊക്കെ പറഞ്ഞതാണ്. അതായത് ഒരാൾ കയറി വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ തോൽപ്പിക്കാൻ ഒരു ആയുധവുമില്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുപ്പി തോൽപ്പിക്കുക എന്നുള്ള ആയുധം മാത്രമേ നമ്മളെ കമ്മി കൂട്ടന്മാർക്കും കൊങ്ങികൾക്കും കൂടെ നടന്ന് അവന്മാരുടെ മൂട് താങ്ങുന്ന സുഡാപ്പികൾക്കും അറിയാവൂ. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.